ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. വേസ്റ്റ് ക്ലോത്തിനെ കൊണ്ട് ഒരു ഫ്ലോർ മാറ്റ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇത് കുറച്ച് കട്ടിയായിട്ടുള്ളൊരു ക്ലോത്താണ്. ഇതിൻ്റെ മേലെ ഞാൻ 2 സർക്കിൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലാണോ മാറ്റ് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് സർക്കിളിൻ്റെ വലുപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതിനുശേഷം ഇത് രണ്ടും ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കറക്റ്റ് ടൈമിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഇതുപോലെ 2 സർക്കിളും കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്വയർ ഷേപ്പിലും കട്ട് ചെയ്യാവുന്നതാണ്. ഈ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത 2 ക്ലോത്തും ഒരുമിച്ച് വെച്ചിട്ട് നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. റൗണ്ട് ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് 1 ഇഞ്ച് സ്ഥലം നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ വിടുകയും വേണം. 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. റൗണ്ട് ഷേപ്പിൽ മുഴുവനായിട്ടും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്യാതെ ഒഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇനി ആ ഭാഗത്തൂടെ നമുക്ക് ക്ലോത്ത് പുറത്തേക്ക് എടുക്കാം. ഇതുപോലെ ഹോളിലൂടെ ക്ലോത്ത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്ത ചീത്ത വശം ഉൾഭാഗത്തേക്ക് പോയിട്ടുണ്ട്. ഇനി ഈ ഒരു ഗ്യാപ്പ് കൂടെ സ്റ്റിച്ച് ചെയ്യണം. ഗ്യാപ്പ് ഉൾപ്പെടെ റൗണ്ട് ഷേപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 ലെയറായിട്ട് ക്ലോത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് ക്ലോത്ത് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. നീളവും വീതിയും ഒരുപോലെ വരുന്ന രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. 3 ഇഞ്ചാണ് നീളം, 3 ഇഞ്ചാണ് വീതിയും വരുന്നത്. ഇനി ഇത് വീഡിയോ കാണുന്നത് പോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഈ ഒരു രീതിയിലാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. ഒരു ഫ്ലവറിൻ്റെ പെറ്റൽ പോലെ ഫോൾഡ് ചെയ്ത ക്ലോത്ത് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഓരോ പീസും ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്യുക, എന്നിട്ട് ഇതേ രീതിയിൽ തന്നെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓരോ ക്ലോത്തും ഫോൾഡ് ചെയ്ത് ഗ്യാപ്പില്ലാതെ ഇതുപോലെ തന്നെ വെച്ചിട്ട് റൗണ്ട് ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു ലെയർ കംപ്ലീറ്റ് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ലെയർ ചെയ്യാം. അടുത്ത ലെയർ വരുമ്പോഴും ഇതുപോലെ തന്നെയാണ് ഫോൾഡ് ചെയ്യുന്നത്. ഇത് രണ്ടിൻ്റെയും സെൻറ്ററിലായിട്ട് കുറച്ച് താഴ്ത്തി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ചെയ്യുന്നത് 3ാമത്തെ ലെയറാണ്. അതും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്.
3 ലെയറായിട്ട് ഈ കളർ ക്ലോത്ത് വെച്ചതിന് ശേഷം അടുത്ത ലെയറിൽ വരുമ്പോൾ ഞാൻ ക്ലോത്തിൻ്റെ കളർ ചേഞ്ച് ചെയ്യുകയാണ്. സെയിം അളവ് തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. 3 ഇഞ്ച് നീളവും 3 ഇഞ്ച് വീതിയും. സെയിം മെത്തേഡിൽ തന്നെയാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നതും. ഒരു 4 ലെയർ ഈ ഒരു കളർ ക്ലോത്തിനെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് വേറൊരു കളർ ക്ലോത്ത് വെച്ച് കൊടുക്കാം. കുറച്ച് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പീസുകൾ ഇതിൻ്റെ മേളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു മെറൂൺ കളർ ക്ലോത്ത് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുകയാണ്. റൗണ്ട് ഷേപ്പിൽ മെറൂൺ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഈ റൗണ്ട് ഷേപ്പിന് ക്രോസ് ആയിട്ട് വെറുതെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയാവും. സെൻട്രലായിട്ട് തിക്നെസ്സിന് വേണ്ടി വെച്ച പീസ് ഒന്ന് സിക്വറായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള ഫൈനൽ ലുക്കാണിത്. ഇതിൻ്റെ പിറകുവശം ഇത്രയും നീറ്റായിട്ടാണ് കിടക്കുന്നത്. ഫ്ലോർ മാറ്റിൻ്റെ ഫൈനൽ ലുക്കാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.